ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാർട്ടി വ്ളോഗാണ്. ഒരു ചെറിയൊരു പാർട്ടി വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാരണം ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്, 28-ാം തീയതിയാണ്. 27-ാം തീയതിയാണ് എൻ്റെ അനിയൻ്റെ. അപ്പോൾ അവനിക്ക് സർപ്രൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു കുഞ്ഞു പാർട്ടി ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്, ബ്രൗണി കേക്കാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കുറഞ്ഞ ചിലവിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു ബ്രൗണി കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ബ്രൗണി കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് പൊടിച്ചതിന് ശേഷം അതിലോട്ട് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പൗഡറും ചേർക്കാം, ഓപ്ഷനിലാണ്. ഞാൻ ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബേക്കിംഗ് സോഡ യൂസ് ചെയ്തുകൊണ്ടും ബേക്കിംഗ് പൗഡർ ഇല്ലാതെ നമുക്ക് ഈ ഒരു ബ്രൗണി കേക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ ഒരു ബ്രൗണി കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം അതിന് ശേഷം നമ്മൾ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാല് കുറേശ്ശെയായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ ദിശയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കേക്കുകൾ തന്നെ ആയാലും ഫ്ലോപ്പ് ആവാതെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്കിൻ്റെ ബേസ് എന്ന് പറയുന്ന ബാറ്ററാണ്. അപ്പം അത് തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ഒരു വീഴ്ചയും വരുത്തരുത്. കാരണം ഈ ഒരു ബേസ് ഫ്ലോപ്പായി പോയാൽ പിന്നെ എല്ലാം ഫ്ലോപ്പായി പോകും. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇതിൽ ഒരു മടിയും കാണിക്കരുത്. നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. ബേസ് ആയിട്ടുള്ള ഈ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ബ്രൗണി കേക്ക് എന്നല്ല, വേറെ ഏത് കേക്കായാലും സ്പോഞ്ച് എന്ന് പറയുന്നത് ഒരു കേക്കിൻ്റെ ബേസാണ്. അപ്പം അത് ഒരിക്കലും നമ്മൾ ഫ്ലോപ്പാക്കി വിടരുത്. അത് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പം ഇത്രയും ബ്രൗണി കേക്കിന് ഇത്രയും കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയതിന് ശേഷം, ഞാൻ പറഞ്ഞ ആ കൺസിസ്റ്റൻസിയിൽ അത് റെഡി ആയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുകളിലത്തെ ബബിൾസുകളെല്ലാം പോയി കിട്ടും. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിക്കാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ബ്രൗണി കേക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അതിന് ശേഷം അതിലോട്ട് ഞാൻ നമ്മളുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുത്ത്, അപ്പം നമ്മൾ ഈ 4 ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തതും ഫ്രഷ് ക്രീം ആഡ് ചെയ്തതും കൂടിയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പാർട്ടിയിലേക്ക് ഞാൻ 2 വിഭവങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. ഒന്ന് കേക്കും ഒന്നും ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 2 കാര്യങ്ങളുമായിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നമുക്കിത് ആൾക്ക് സർപ്രൈസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഞാൻ ചെയ്തിരുന്നത് പാർട്ടിയിലേക്ക്. അപ്പം ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോകളിൽ ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടും, കാണാത്തവർ കാണുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും നല്ല ടേസ്റ്റിയിൽ ഡിഫറെൻ്റായിട്ട് യുണീക്കായിട്ട് നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കിയെടുക്കാമെന്നും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത ആ കിഴങ്ങുകളെല്ലാം കൂടി
അത് മഞ്ഞൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി. ശേഷം നമ്മൾ അതിലോട്ട് അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിന്, അതായത് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടി. സോയാ സോസ് ഒരു 2 അടപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പം ഇതെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഒന്നും കൂടി പറയുകയാണ്. അപ്പം സോയാ സോസ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. അപ്പം ഇത് രണ്ടും ഓപ്ഷണലാണ്, കാരണം ടേസ്റ്റിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അല്ലാതെ തന്നെ അരിപ്പൊടി വെച്ച് നമുക്ക് നല്ല ടേസ്റ്റിൽ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട്. അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയ സമയം കൊണ്ട് നമ്മളുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ബ്രൗണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം കേക്കിൻ്റെ സ്പോഞ്ച് റെഡിയായി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന ആ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ചോക്ലേറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ലായനി ഒഴിച്ചതിന് ശേഷം ആ ഒരു ചോക്ലേറ്റ്, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഫ്രീസറിൽ വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി കേക്ക് റെഡിയാവും. പിന്നെ എനിക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി റെഡിയാക്കി എടുക്കണമായിരുന്നു. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. എന്നിട്ട് കൈ കൊണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു. കുറച്ചും കൂടി അരിപ്പൊടി ആവശ്യമായിട്ട് വന്നു. ബാറ്ററി ചെറുതായിട്ട് ലൂസായി പോയത് കാരണം കുറച്ചും കൂടി അരിപ്പൊടി ആഡ് ചെയ്തു. അരിപ്പൊടി സാധാരണ നമ്മളിവിടെ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് 2 ഉരുളക്കിഴങ്ങിന്. അപ്പം നമ്മുടെ ഇവിടുത്തെ ബ്രൗണി കേക്ക് റെഡി ആയിട്ടുണ്ട്. ശേഷം ഞാനതിന് ഒന്ന് ഒരു പെട്ടിയിലാക്കി ഗിഫ്റ്റായിട്ട് പൊതിയുകയാണ് ചെയ്തത്. റിബണൊക്കെ കെട്ടി ഞാനതിന് ഒരു ഗിഫ്റ്റ് മോഡൽ ആക്കി. അപ്പം ഇതാണ് ഞാൻ യാസീൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അത് കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയ്ക്കൂടെ യാസീന് എൻ്റെ ഗിഫ്റ്റ് ഞാൻ കൈമാറി. അപ്പം അവൻ്റെ എക്സ്പ്രഷൻ ഞാൻ നോക്കിയതാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇങ്ങനത്തെ ചോക്ലേറ്റ് കേക്കുകളെല്ലാം. അങ്ങനെ അവൻ ആദ്യം കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾക്കെല്ലാം സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു പാർട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക.